ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുന്നേ ക്ലാസ്സുകൾ പഠിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും ആ 4 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 4 ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSC PSC ആണ്. SSC PSC UPSCക്ക് ചോദിക്കുന്നതും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ, ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ എന്നാണ്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ എന്നാണ്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ എന്നല്ല. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ. നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഓർക്കുക, ഇലക്ടറൽ കോളേജ് ആണ് നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ബൈ ഇലക്ടറൽ കോളേജ് ബൈ എ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയാം. ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. മറക്കരുത്, ഇലക്ടറൽ കോളേജ്. ഇനി ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ വരും നോക്കാം. ഇലക്ടറൽ കോളേജ് ഈസ് കൺസിസ്റ്റിംഗ് ആരൊക്കെയാണ് വരുക? Only the elected members of Rajya Sabha and Lok Sabha. Only the elected members of Rajya Sabha and Lok Sabha എന്ന് വെച്ചാൽ only elected members of parliament. പാർലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രാജ്യസഭ, ലോകസഭ. അപ്പോൾ രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം എന്ന് വെച്ചാൽ 12 members is nominated by President of India from the field of art and culture, sports. കലാ കായിക സാംസ്കാരിക മേൽന്ന് രാഷ്ട്രപതി 12 ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നവർ അതിൽ ഉൾപ്പെടില്ല എന്നർത്ഥം. അപ്പൊ അതല്ലാതെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികൾ, അതാണ് ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോകസഭ ഓർ ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഒന്ന്, അപ്പൊ ഈ MP മാർ വരും. രണ്ടാമത് ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓൺലി ദി elected members of state legislative assembly. Listen, state legislative assembly, not council. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും പറയാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ ആ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. എന്ന് വെച്ചാൽ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു സംസ്ഥാനങ്ങളിൽ. ഇനി അതില്ല, ഈ വർഷം മുതൽ നിർത്തലാക്കിയിരിക്കുന്നു. എങ്കിൽ പോലും 104ാമത്തെ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻസിന്റെ പ്രാതിനിധ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും നിർത്തലാക്കി. അതുകൊണ്ട് ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓർത്തേക്ക് കൗൺസിൽ അല്ല. ഇപ്പൊ ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര പോലുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, കൗൺസിൽ ഉണ്ട്. അപ്പൊ അതിൽ കൗൺസിൽ വരുന്നില്ല, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. ദെൻ നെക്സ്റ്റ് വൺ, only the elected members of Union Territories of Delhi, Pondicherry and now Jammu Kashmir. ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു കാശ്മീർ അവിടെ എന്താണ് നിയമനിർമ്മാണ സഭയുണ്ട്. അതുകൊണ്ട് ഡൽഹി, പോണ്ടിച്ചേരി, ദാറ്റ് മീൻസ് പുതുച്ചേരി ആൻഡ് ജമ്മു കാശ്മീർ, ഈ 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇത്രയും ആളുകളാണ് നമ്മുടെ ഇലക്ടറൽ കോളേജിൽ വരുന്നത്. അപ്പൊ ആരൊക്കെ വരുന്നത് ഇലക്ടറൽ കോളേജ്? ഓർത്തുക, ഇലക്ടറൽ കോളേജിൽ വരുന്നത് ഓൺലി ദി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോകസഭ, പാർലമെന്റിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. ഒന്ന്. രണ്ടാമത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഓൺലി ദി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമനിർമ്മാണ സമിതിയല്ല, സഭയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. മൂന്നാമത് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു കാശ്മീർ, ഈ 3 കേന്ദ്ര ഭരണപ്രദേശങ്ങളെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇത്രയും ആളുകളാണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഇലക്ടറൽ കോളേജിൽ വരുന്നത്. ഇവരാണ് ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം. അപ്പൊ ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്താണെന്ന് ചോർത്ത് വയ്ക്കുക. അത് ഓരോ MLA മാർക്കും ഓരോ MP മാർക്കും ഓരോ വോട്ടല്ല, അവരൊരു വോട്ടിംഗ് വാല്യൂ നമ്മൾ കണക്കാക്കുക. ദാറ്റ് മീൻസ് ഇപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർലമെന്റ് മെമ്പേഴ്സ് അങ്ങനെ ഒരു നമ്പർ കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ, ആ ജനസംഖ്യയെ മൊത്തം പാർലമെന്റ് അംഗങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ആയിരിക്കും ഒരു MP വോട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിലെ മൊത്തം ജനസംഖ്യ, ആ ജനസംഖ്യയെ ടോട്ടലി MLA മാരെ കൊണ്ട്, നിയമസഭാ അംഗങ്ങളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ഒരു വാല്യൂ, ആ നമ്പർ, അതായിരിക്കും ഓരോ MLA വാല്യൂ. അപ്പൊ ഇതിനാണ് നമ്മൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു MLA അല്ലെങ്കിൽ ഒരു MP ഓരോ ആട്ടാണെങ്കിൽ പോലും ഒരു MLA വോട്ടിംഗ് വാല്യൂ എന്ന് പറയും, ഒരു MP വോട്ടിംഗ് വാല്യൂ എന്നാണ് പറയാം. അപ്പൊ ഇതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം. പക്ഷെ ഓർത്തു വയ്ക്കുക, നമ്മളിപ്പോൾ ജനസംഖ്യ കണക്കാക്കുന്നത് 1976 ജനസംഖ്യ ആണ് കണക്കാക്കുന്നത്. 84ാം ഭേദഗതി പ്രകാരം 71 സെൻസസ്, ആ സെൻസസിന്റെ ജനസംഖ്യയാണ് ഇപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ 2024 അല്ലെങ്കിൽ 2021 2011 സെൻസസ് അല്ല. 84ാം ഭേദഗതി പ്രകാരം അത് 1971 71
ജനസംഖ്യ സെൻസസ് കണക്ക്, ആ ജനസംഖ്യാ കണക്കാണ് നമ്മൾ 2026 വരെ ഉപയോഗിക്കാൻ പോകുന്നത്. 2026 ശേഷം മാത്രമേ മാറ്റം വരൂ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ടറൽ കോളേജ്. അപ്പോൾ ഈ ഇലക്ടറൽ കോളേജ് ആണ് നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓർത്ത് അപ്പോയിന്റഡ് അല്ല, രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇലക്ടറൽ കോളേജ് എന്താണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ വിച്ച് കൗൺസിൽ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇലക്ടറൽ കോളേജ്. ഇലക്ടറൽ കോളേജ് ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് കൊടുക്കും, ഓൾ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ്, അങ്ങനെ മാത്രമേ വരാൻ പാടൂ. കാരണം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് മസ്റ്റ് ബി ഇലക്ടഡ് ബൈ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആണ്. രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തെരഞ്ഞെടുക്കപ്പെടണം എന്നാണ് നമ്മുടെ റൂൾസ്. അപ്പൊ അതുകൊണ്ടാണ് ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു കാശ്മീർ ഇലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ടോപ്പിക് ഇലക്ടറൽ കോളേജ് എന്താണ്, രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് എന്താണെന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗോൾഡ് കോയിൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷേർഷാ? വിച്ച് ഗോൾഡ് കോയിൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷേർഷാ? ഇങ്ങനെ ചോദ്യം. ഷേർഷാ പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും കൺഫ്യൂഷൻ തോന്നും. കാരണം മിക്കവാറും എല്ലാവരും മനസ്സിലായിരുന്നത് റുപ്പിയാണ്, ഇന്ത്യൻ റുപ്പി കൊണ്ടുവന്ന ഷേർഷാ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കാറ്. പക്ഷെ ഓർത്തിക്കുക, ഷേർഷാ 3 നാണയങ്ങളാണ്, 3 തരത്തിലുള്ള നാണയങ്ങളാണ് ഇന്ത്യയിൽ പുറത്ത്. ഒന്ന് ധാം എന്ന് പറയുന്ന കോപ്പർ നാണയമുണ്ട്. അതായത് ധാം എന്ന് പറയുന്ന കോപ്പർ കോയിൻ ഷേർഷാ ഇറക്കിയിരുന്നു. രണ്ടാമത്തെ റുപ്യ, ഇന്ത്യൻ റുപ്യ എന്ന് പറയുന്ന സിൽവർ കോയിൻ ആയിരുന്നു. ഓർത്തിക്കുക, ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പി എന്ന കോയിൻ കൊണ്ടുവരുന്ന, ഇന്ത്യൻ റുപ്പി കൊണ്ടുവരുന്ന ഷേർഷയാണ്, പക്ഷെ അത് സിൽവർ ആയിരുന്നു. ഇനി നമുക്കുണ്ട് ഗോൾഡ് കോയിൻ. ഗോൾഡ് കോയിൻ മൊഹർ എന്ന് പറയുന്നത്, മൊഹറാണ് ഷേർഷ കൊണ്ടുവന്ന ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഷേർഷ കൊണ്ടുവന്ന 3 നാണയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കോപ്പർ നാണയം എന്തായിരുന്നു? ധാം ആയിരുന്നു, DAM, ധാം, അങ്ങനെ തന്നെ പറയാം, ധാം. രണ്ടാമത്തെ സിൽവർ കോയിൻ ഇന്ത്യൻ റുപ്യ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റുപ്യ, അത് ഷേർഷ കൊണ്ടുവന്നാണ്, സിൽവർ കോയിൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മൊഹറാണ്, മൊഹർ കോയിൻ എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻ. അപ്പോൾ ഈ 3 തരത്തിലുള്ള കോയിനാണ് നമ്മൾ ഷേർഷ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഷേർഷ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഷേർഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൂർ സാമ്രാജ്യം, നമുക്ക് നമ്മുടെ മിഡീവൽ കാലഘട്ടത്തിൽ ചോദിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷേർഷ. സൂർ സാമ്രാജ്യം 1455 മുതൽ 1555 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ സൂർ ഡൈനാസ്റ്റി കാലഘട്ടം പഠിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, 1455 മുതൽ 1555 വരെയുള്ള കാലഘട്ടമാണ് സൂർ ഡൈനാസ്റ്റി. സൂർ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് ഷേർഷയാണെന്ന് ഓർക്കുക. പിന്നെ ഷേർഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. അപ്പൊ ഷേർഷയുമായി ബന്ധപ്പെട്ട് പൊതുവെ 3 വാറുകൾ, ബാറ്റിൽസ് പഠിക്കാറുണ്ട്. ഒന്ന് 1539 പ്രധാനപ്പെട്ട യുദ്ധമുണ്ട്, ചൗസ വാറാണ്. 1539 ചൗസ വാറിൽ ഹുമയൂൺ ഡിഫീറ്റഡ് ബൈ ഷേർഷ. 1539 ചൗസ യുദ്ധത്തിൽ ഹുമയൂൺ ഡിഫീറ്റഡ് ബൈ ഷേർഷ. രണ്ടാമത്തെ 1540 വരുന്നത് ബാറ്റിൽ ഓഫ് ഖനൗജ് ആണ്. ആൾസോ ഹുമയൂൺ ഡിഫീറ്റഡ് ബൈ ഷേർഷ എന്നോർത്തുക. അപ്പൊ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് 1539 ഏതാണ്? ചൗസ ബാറ്റിൽ ഹുമയൂണിനെ പരാജയപ്പെടുന്നു ഷേർഷ. രണ്ടാമത്തെ 1540 അത് ഖനൗജ് വാറാണ്. ഖനൗജ് യുദ്ധത്തിലും ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ഷേർഷ അധികാരം. അങ്ങനെയാണ് 1545 മുതൽ നമ്മൾ എന്താ പറയുന്നത്, ഈ സൂർ ഡൈനാസ്റ്റി അവിടെ സ്ഥാപിക്കുന്നത്, നമ്മുടെ ഡൽഹി ആസ്ഥാനമായി സൂർ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. പിന്നീട് 1555 വരെ നമ്മുടെ സൂർ രാജവംശ കാലഘട്ടമാണ്. 1555 ഈ 1555 ബാറ്റിൽ ഓഫ് സിർഹിന്ദ് എന്ന് പറയും, ബാറ്റിൽ ഓഫ് സിർഹിന്ദ്. ആ സിർഹിന്ദിൽ നമ്മുടെ ഷേർഷയുടെ പിന്മുറക്കാരെ അല്ലെങ്കിൽ ഷേർഷയുടെ പിൻഗാമികളെ ഹുമയൂൺ പരാജയപ്പെടുത്തും. വീണ്ടും മുഗൾ രാജവംശം അധികാരത്തിൽ. അപ്പോൾ മുഗൾ രാജവംശം ചെറിയൊരു ബ്രേക്ക് വരുന്നത് അത് ഈ ഒരു കാലഘട്ടമാണ്. ഈ 1450 മുതൽ 1555 ഈ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് സൂർ രാജവംശമായിരുന്നു ഷേർഷ. അപ്പം മറക്കേണ്ട 3 യുദ്ധങ്ങളൊന്ന് 1539 ചൗസ ബാറ്റിൽ ഹുമയൂണിനെ പരാജയപ്പെടുന്നു. 1540 ഖനൗജ് യുദ്ധം, അതിലും ഹുമയൂണിനെ പരാജയം. പിന്നെ 1555 സിർഹിന്ദാണ്, അതിൽ ഷേർഷയുടെ പിൻഗാമികൾ പരാജയപ്പെടുന്നു. മുഗൾ രാജവംശം വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ 3 ബാറ്റിൽസ് ഷേർഷയുമായി ബന്ധപ്പെട്ടിരിക്കുക. പിന്നെ നമുക്ക് ഷേർഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാനുള്ള ഒന്ന് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അതാണ് GT റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് എന്നറിയപ്പെടുന്ന, GT റോഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് സ്ഥാപിക്കുന്നത് ഷേർഷയാണെന്ന് ഓർത്തി. ഗ്രാൻഡ് ട്രങ്ക് റോഡ്. രണ്ടാമത് കൊണ്ടുവരുന്നത് പാറ്റ്ന സിറ്റി. മറക്കരുത്, പാറ്റ്ന സിറ്റി നമ്മുടെ ഇന്നത്തെ ബീഹാറിലെ പഴയ മഗധ എന്നറിയപ്പെടുന്ന, ബീഹാറിലെ പാടലിപുത്ര എന്നറിയപ്പെടുന്ന ഇന്നത്തെ പാറ്റ്ന. ആ പാറ്റ്ന സിറ്റി സ്ഥാപിക്കുന്നു ഷേർഷ. പാറ്റ്ന സിറ്റി ഫൗണ്ടഡ് ബൈ ഷേർഷ. GT റോഡ് ആൾസോ ബിൽറ്റ് ബൈ ഷേർഷ. അപ്പൊ GT റോഡ് സ്ഥാപിച്ചും ഷേർഷയാണ്. അതോടൊപ്പം തന്നെ പാറ്റ്ന സിറ്റി സ്ഥാപിച്ചും ഷേർഷയാണ്.
പിന്നീട് നമുക്ക് പറയുന്നത് ഈ ഷേർഷയുടെ സരായികൾ, സരായി ചോദിക്കണം. സരായി മീൻസ് ഉദ്ദേശിക്കുന്നത് സത്രങ്ങളാണ്. ഷേർഷ സാമ്രാജ്യത്തിൽ ഉടനീളം എല്ലായിടത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നഗരങ്ങളും പട്ടണങ്ങളൊക്കെ അദ്ദേഹം സത്രങ്ങൾ, ഈ വഴിയാത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാർക്ക് താമസിക്കാൻ വേണ്ടി അദ്ദേഹം സാരായികൾ സ്ഥാപിച്ചു. സാരായികൾ എന്ന് പറഞ്ഞാൽ സത്രങ്ങളാണ്. സത്രങ്ങളും ആ ഒരു ഷേർഷ സ്ഥാപിച്ചു. ആ സത്രങ്ങളുടെ പേരാണ് സാരായികൾ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്ന് ദാഗ് സിസ്റ്റം അല്ലെങ്കിൽ ചാപ്പ കുത്ത്. കുതിരകൾക്ക്, പട്ടാളക്കാരുടെ കുതിരകൾക്ക് ഗവൺമെന്റ് ചാപ്പ കുത്തുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ചാപ്പ കുത്തുന്ന അതിന് ദാഗ് സിസ്റ്റം എന്ന് പറയും. ആ ദാഗ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നതും ആരാണ്? ഷേർഷയാണ്. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഷേർഷയുടെ ഈ ദാഗ് സിസ്റ്റം മറക്കാതെ പഠിച്ചിരിക്കുക. ഈ പറഞ്ഞ പാറ്റ്ന സിറ്റി ഓർത്ത് വയ്ക്കുക, അതോടൊപ്പം ഇന്ത്യൻ റുപ്പി ഓർത്ത് വയ്ക്കുക, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ GT റോഡ് ഓർത്ത് വയ്ക്കുക. ദെൻ അതോടൊപ്പം തന്നെ കബൂലിയത്ത് എന്നൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ് കബൂലിയത്ത്? കബൂലിയത്ത് എന്ന് പറയുന്നത് ഷേർഷയുടെ ഭൂനികുതി, ഷേർഷ സാമ്രാജ്യത്തിലെ ഭൂനികുതി എല്ലാം രേഖപ്പെടുത്തിയിരുന്ന ആ രജിസ്റ്റർ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് പറഞ്ഞിരുന്നതാണ് കബൂലിയത്ത് എന്ന് പറയുന്നതാണ്. കബൂലിയത്ത് എന്ന് പറഞ്ഞു. ഇനി ഫൈനലി നമുക്കുണ്ട് ഷേർഷയുടെ യഥാർത്ഥ പേര്. പലതാണ് ചോദിച്ചിട്ടുണ്ട്. റിയൽ നെയിം അല്ലെങ്കിൽ ഒറിജിനൽ നെയിം ഓഫ് ഷേർഷ. ഷേർഷയുടെ യഥാർത്ഥ പേര് എന്ന് വെച്ചാൽ ഫരീദ് എന്നാണ് പറയുന്നത്. എന്താ ഫരീദ്? ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് എന്നാണെന്ന് കൂടി ഓർത്തുക, ഫരീദ്. മറ്റൊന്ന് ചോദിക്കാതെ ടോംബ് ഓഫ് ഷേർഷ. പൊതുവെ ഈ മുഗൾ രാജവംശത്തിലെ ഭരണാധികാരികളൊക്കെ ടോംബ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബാബറിന്റെ ടോംബ് ശവകുടീരം വെച്ചാൽ അത് കാബൂൾ ആണ് പറയാം. അത് കഴിഞ്ഞാൽ ഹുമയൂണിന്റെ എങ്ങനെയാണ് ഡൽഹി പറയാറുണ്ട്. പിന്നീട് നമ്മൾ അക്ബറിനെ വെച്ചാൽ സിക്കന്ദർ പറയാറുണ്ട്. പിന്നെ അക്ബർ കഴിഞ്ഞാൽ ജഹാംഗീർ ആണെങ്കിൽ നമ്മൾ ലാഹോർ പറയാറുണ്ട്, ലാഹോർ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷാജഹാൻ നമുക്കറിയാം എവിടെയാണ്? ആഗ്രയാണ്. അത് കഴിഞ്ഞാൽ ഔറംഗസീബിന്റെ ദൗലത്താബാദ്. അപ്പൊ ഇങ്ങനെയുള്ള ടോംബുകൾ അവിടെ മുഗൾ രാജവംശത്തിലെ ടോംബുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഷേർഷയുടെ ശവകുടീരം ടോംബ് ചോദിക്കുക സസാരം. എവിടെയാണ്? ബീഹാറിലെ സസാരം. ബീഹാറിലെ സസാരമാണ് നമ്മുടെ ഷേർഷയുടെ ശവകുടീരം. അപ്പൊ ഒറിജിനൽ നെയിം ഏതാണ്? ഫരീദാണ്. ഫരീദ് യഥാർത്ഥ നാമമാണ് ഷേർഷയുടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരം കിടക്കുന്ന എവിടെയാണ്? സസാരം. ബീഹാറിലെ സസാരമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഷേർഷയും സൂർ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ചോദ്യം. എന്തായിരുന്നു? ഷേർഷ പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഏതായിരുന്നു? ഏതാണ്? മൊഹർ എന്ന് ഓർത്തിക്കുക. മറ്റേത് ഇന്ത്യൻ റുപ്പി സിൽവർ, ധാം എന്ന് പറയുന്നത് കോപ്പർ. ക്ലിയർ ആയില്ലോ? അപ്പൊ ഷേർഷയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് കഴിഞ്ഞു ഷേർഷ. ഇനി മൂന്നാമത്തെ ഒരു ചെറിയൊരു ചോദ്യം, ബുക്സ് ആൻഡ് ഓതേഴ്സ്. അത് പൊതുവെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല ഇങ്ങനെ ചോദ്യങ്ങൾ കുറിച്ച് ചോദിക്കാറ്, എങ്കിലും ചോദിച്ചിട്ടുണ്ട്. കൂടുതലും SSCക്കാണ് ചോദിക്കാറ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. അതിൽ നിന്നൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ചോദ്യം എന്താണ്? ചോദ്യം ഓർത്തിക്കുക. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് റിട്ടൺ ബൈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് എഴുതിയ വളരെ നല്ലൊരു ബുക്കാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം രചിച്ച ഓർക്കുക ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്. ഇവർ രണ്ടു കൂട്ടരും കൂടി ഒരുപാട് പുസ്തകങ്ങൾ, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ കഴിയുന്നത്. അതിൽ ഒരു പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. എഴുതിയാറാണ് ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്. ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്. ഈ രണ്ടു കൂട്ടരും കൂടി എഴുതിയ മറ്റു ബുക്കുകളാണ്. ഒന്ന് ഈസ് പാരീസ് ബേണിംഗ്, അതൊരു ബുക്കാണ്. മറ്റൊന്ന് ഓ ജെറുസലേം. ഈ മൂന്ന് ബുക്കുകളും ഈ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും. ഇതുകൂടാതെ രണ്ടു കൂട്ടരും വേറെ ഇൻഡിവിജ്വൽ ആയിട്ട് ബുക്കുകൾ വേറെ എഴുതിയത്, പക്ഷെ ഈ രണ്ടു കൂട്ടരും കൊളാബറേറ്റ് ചെയ്ത് എഴുതിയ ബുക്കാണ്. ഒന്ന് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, രണ്ട് ഓ ജെറുസലേം, മൂന്ന് ഈസ് പാരീസ് ബേണിംഗ്. ഈ മൂന്ന് ബുക്കുകൾ ഓർത്തിക്കുക ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്. അതിൽ ലാരി കോളിൻസ് 2005 മരിച്ചു. ഇപ്പോൾ ഡൊമിനിക് ലാപ്പിയർ മാത്രമേ ഉള്ളൂ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ്. ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് എന്നൊരു ബുക്സ് ആൻഡ് ഓതേഴ്സ് ചെറിയ ടോപ്പിക്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ഓർത്തിക്കുക നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. വിച്ച് വൈസ്രോയ് ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ? ഇന്ത്യയിലെ ഏത് വൈസ്രോയാണ് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത്? വിച്ച് ഇന്ത്യൻ വൈസ്രോയ് ഈസ് നോൺ ആസ് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ? റിവേഴ്സ് ക്യാരക്ടർ എന്നുള്ള അറിയപ്പെടുന്ന വൈസ്രോയ് ആണ്. വിച്ച് വൈസ്രോയ്? ഏത് വൈസ്രോയ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത്? ഓർക്കുക ലോർഡ് ലിട്ടൺ ആണ് ഇന്ത്യയിലെ വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന ലോർഡ് ലിട്ടൺ. ഓർക്കുക വളരെ കുപ്രസിദ്ധനായിട്ടുള്ള നോട്ടോറിയസ് ആയിട്ടുള്ള ഒരു വൈസ്രോയ് ആയിരുന്നു ലോർഡ് ലിട്ടൺ. അതേസമയം ലോർഡ് റിപ്പൺ ഉണ്ട്. രണ്ടും കൂടി ലോർഡ് റിപ്പൺ വെരി ഫേവറേറ്റ് ടു ഇന്ത്യ. അദ്ദേഹം ഇന്ത്യക്ക് വളരെ സഹതാപമുള്ള ഒരാളായിരുന്നു ലോർഡ് റിപ്പൺ. ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? ലിട്ടൺ. എപ്പോഴും ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? ലോർഡ് ലിട്ടൺ. അതുകൊണ്ടാണ് അദ്ദേഹം വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓർക്കുക ഈ ലോർഡ് ലിട്ടണുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പഠിക്കും. ഒന്ന്,
ഒന്ന് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ വെർനാക്കുലർ പ്രസ് ആക്ട്, നാട്ടുഭാഷാ പത്ര നിയമം, വെർനാക്കുലർ പ്രസ് ആക്ട്, വെർനാക്കുലർ പ്രസ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ 1578 അദ്ദേഹം കൊണ്ടുവരുന്നത് വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ അത് വെർനാക്കുലർ പ്രസ് ആക്ട് ഇന്ത്യൻ സ്വദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ ഒരു ഇന്ത്യക്കാരായിട്ടുള്ള ഒരു പത്രം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആ പത്രത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യം ബ്രിട്ടീഷ് സൂപ്രണ്ടിന് കൊടുക്കണം. ബ്രിട്ടീഷ് സൂപ്രണ്ട് അതൊക്കെ മൊത്തം വായിച്ചു നോക്കി അതിൽ ആവശ്യമില്ലാത്തൊക്കെ വെട്ടിത്തിരുത്തി ബാക്കി തരും. ആ ബാക്കിയുള്ള പീസ് മാത്രമേ നമ്മൾ അതിന് വെച്ചാൽ ഒരു സെൻസറിംഗ്ഷിപ്പ്, ആ സെൻസറിങ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അത് പ്രസിദ്ധീകരിക്കാൻ പാടൂ എന്നുള്ളതാണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ നാട്ടുഭാഷാ പത്ര നിയമം. അത് 1878 ഈ ലോർഡ് ലിട്ടൺ വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒന്ന് ഓർത്ത് വയ്ക്കാം, ദി ഏജ് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ റെഡ്യൂസ് ടു 19 ഫ്രം 21. ഇന്ത്യയിൽ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 21 നിന്ന് 19 ഇന്ത്യക്കാരെ പരിപൂർണമായി ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം അത് കൊണ്ടുവന്നും ലോർഡ് ലിട്ടൺ. എന്താണ്? സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള വയസ്സ് പ്രായം 21 നിന്ന് 19 കുറച്ച് ഇന്ത്യക്കാരെ പരിപൂർണമായും ഒഴിവാക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നും ലോർഡ് ലിട്ടൺ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മുടെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ലോർഡ് ലിട്ടൺ. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംബന്ധിച്ചാൽ അദ്ദേഹം ഈ ഡൽഹി ദർബാർ വെച്ചുകൂട്ടിയ ലോർഡ് ലിട്ടൺ. ഡൽഹി ദർബാർ 1877 ഡൽഹി ദർബാർ വിളിച്ച് വരുത്തി നമ്മുടെ വിക്ടോറിയ രാജ്ഞിയെ കൊണ്ടുവരുന്നു. വിക്ടോറിയ രാജ്ഞി സമരത്തിൽ പങ്കെടുപ്പിച്ചു. അദ്ദേഹത്തെ വിക്ടോറിയ രാജ്ഞി എന്തായിട്ട് പ്രഖ്യാപിച്ചു? എംപ്രസ് ഓഫ് ഇന്ത്യ. ക്വീൻ വിക്ടോറിയ ഇസ് എ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചക്രവർത്തിനെയാണ് ഇനി വിക്ടോറിയ രാജ്ഞി എന്ന് പ്രഖ്യാപിച്ചമാരാണ് ലോർഡ് ലിട്ടൺ. എന്ന് ഓർമ്മിക്കുക, ബ്രിട്ടീഷ് രാജ്ഞിയാണ്. ആ ബ്രിട്ടീഷ് രാജ്ഞിയെ ഇന്ത്യയുടെ രാജ്ഞി എന്ന് പറയുന്നത് ഇനി ബ്രിട്ടന്റെ മാത്രമല്ല ഇന്ത്യയുടെ രാജ്ഞിയാണ് എന്നുകൂടി പ്രഖ്യാപിച്ച ആളായിരുന്നു ലോർഡ് ലിട്ടൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിരുദ്ധം, ഇന്ത്യക്കാർക്ക് ജനോപദ്രവകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യക്കാർക്ക് വളരെ അനുകൂലമല്ലാത്ത വളരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോർഡ് ലിട്ടൺ പൊതുവെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നടക്കേണ്ട വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന ലോർഡ് ലിട്ടൺ ആണ്. നോർത്ത് ഇന്ത്യയിൽ ഡൽഹി ദർബാർ വിളിച്ചുകൂട്ടിയ ലോർഡ് ലിട്ടൺ ആണ്. വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ സിവിൽ സർവീസിന്റെ പ്രായം 21 19 കുറച്ച് അദ്ദേഹം. വൺ മോർ ഓർമ്മിക്കുക, ഇന്ത്യൻ വെപ്പൺ ആക്ട്സ് 1878 വെപ്പൺസ് ആക്ട് കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ ആയുധങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല. ആയുധങ്ങൾ എന്ന് പറയുന്ന വടി, വാള്, അങ്ങനെയുള്ള ചെറുവ സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ടുനടക്കുന്ന നിയന്ത്രണം കൊണ്ടുവരിക അല്ലെ, അതിനാണ് ഇത് ലോർഡ് ലിട്ടൺ 1878 വെപ്പൺസ് ആക്ടും കൊണ്ടുവന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ലോർഡ് ലിട്ടണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ 4 ചോദ്യങ്ങൾ പഠിച്ചു, 4 ടോപ്പിക്കുകൾ പഠിച്ചായിരിക്കും. ഒന്ന്, ഈ ലെക്ചർ കോളേജ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ ഷേർഷ എന്താണ്, അദ്ദേഹം സൂർ സാമ്രാജ്യം എന്താണെന്ന് പഠിച്ചു. മൂന്നാമത്തെ ഡൊമിനിക് ലാപ്പിർ ആൻഡ് ലാരി കോളിൻസ്, അദ്ദേഹം 3 ബുക്കുകൾ പഠിച്ചു. നാലാമത്തെ നമ്മൾ ഇപ്പൊ ലോർഡ് ലിട്ടൺ വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന ലോർഡ് ലിട്ടനും കൂടി പഠിച്ചു. അപ്പോൾ ഈ 4 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. എല്ലാവർക്കും